ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്ത് ടി വി വെച്ചതാണ്. അപ്പോൾ ചാനലൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മൂവി കണ്ടു. അതിങ്ങനെ കണ്ട് രസം പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് ഉച്ചയ്ക്ക് ഊണിന് ഉണക്കമീൻ വേണം വാങ്ങിയിട്ട് വരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ സിനിമ ഇപ്പം തീരും എന്നിട്ട് പോവാമെന്ന് പറഞ്ഞു. ഇപ്പം തീരും എന്ന് പറഞ്ഞിട്ട് തീരണ കാണാനില്ല. അപ്പോഴാണ് മനസ്സിലായത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. മൂവി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആസിഫ് അലിയുടെ കൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് 2 വർഷമായിട്ടാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നല്ല സിനിമയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിരുന്നു. 11 മണി വരുന്നതിന് എന്തായാലും തോന്നുന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കടയിൽ പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. ഉണക്കമീനും പിന്നെ വേറെ എന്തോ 1-2 ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു വാങ്ങാൻ. മിക്കവാറും ഞാൻ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് പോകും വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ. ഞാൻ മറന്നിട്ട് വരും, വന്നിട്ട് വീണ്ടും പോകേണ്ടി വരും. കഴിഞ്ഞ ദിവസം അങ്ങനെ ഉണ്ടായി. മെയിനായിട്ട് നാളികേരം ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് ഞാൻ വീണ്ടും പോയി. അങ്ങനെ ഇതാ കടയിലേക്ക് പോവാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞില്ലേ കുറച്ച് പട്ടികൾ, അവരുടെ അടുത്ത് തന്നെ ഒരു പറമ്പിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് സമയമാകുമ്പോൾ അങ്ങോട്ട് കഴിക്കാൻ വരും, പിന്നെയും ഇവിടെ വന്ന് കിടക്കും. അവരെല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നാലെ വരും. ഒരെണ്ണം വരുന്ന കണ്ടാൽ പിന്നെ എല്ലാവരും വരും. ഒരെണ്ണമൊക്കെ ആണെങ്കിൽ ഒരു 10 രൂപയുടെ പാർലേജിയിലൊക്കെ ഒതുക്കാം. എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ പണി പാളും. അങ്ങനെ ഇതാ കടയെത്താറായി. ഇതൊരു ബേക്കറിയാണ് കേട്ടോ. ബേക്കറി പിന്നെ അവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങനെ നോക്കിപ്പോവും. കൊതി തീരെ സഹിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ 2 കട്ട്ലേറ്റ് വാങ്ങും ചിലപ്പോൾ. അങ്ങനത്തെ കടയിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങി. ഞാൻ മിക്കവാറും കടയിൽ വന്നിട്ട് ഒന്നും കൂടെ വിളിക്കും കേട്ടോ. സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അമ്മേനെ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതാ വരുമ്പോൾ ഒരാൾ കഴിക്കാൻ വരുന്നു. വാലൻ ആമ്പൂച്ചയാണ് കേട്ടോ. ആമ്പൂച്ചകൾ അങ്ങനെ വീട്ടിൽ നിൽക്കാറില്ലല്ലോ. അവരങ്ങ് പോവും. ചിലപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വരും, ചിലപ്പോൾ ചിലവർ അങ്ങനെ അങ്ങ് പോവും. ഇതിപ്പോൾ ഇവരിങ്ങനെ ഫുഡ് കഴിക്കാൻ മാത്രം വരും. ഇടയ്ക്കിടയ്ക്ക് വരും ആൾ, ഫുഡ് കഴിക്കും, ചിലപ്പോൾ ഒന്ന് വന്ന് റെസ്റ്റ് ചെയ്യും. ഇതാണ് കേട്ടോ അവൻ്റെ വഴി. ഇപ്പോൾ വരും. വാലെന്ന് ഞങ്ങൾ വിളിക്കാറ്. നല്ല അത്യാവശ്യം വാലുള്ള പോലെയാണ്. ഫുഡ് കഴിക്കാനുള്ള പോക്കാണ്. ഫുഡ് കഴിക്കും, പോവും. അപ്പോൾ അവൻ വരുമ്പോൾ ഇവനെ പിടിച്ച് ഞങ്ങൾ അകത്തിടും, കുടുവിനെ. ഇതൊരു ആമ്പൂച്ച. അപ്പോൾ അവർ തമ്മിൽ ശത്രുക്കളാണ്. അപ്പോൾ വാലം കഴിച്ച് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവനെ പുറത്ത് വിടുക. റാണിപ്പൂച്ചയുടെ കിടത്തം നോക്കിയേ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം തപ്പിയെടുക്കണം. അപ്പോൾ അത് ടെറസിലാന്ന് തോന്നി ഞാൻ കൊണ്ടുവച്ചത്. അപ്പോൾ അവിടെ പോയി തപ്പാന്ന് കരുതി പോയതാണ് ടെറസിലേക്ക്. ഇതെവിടെയാണ് കേട്ടോ അതിനെ കടന്നൽ കുത്തിയ സ്ഥലം. ഓല കലംകൊലപ്പെട്ട് കിടന്നു. അത് ഞാൻ എടുത്തു വയ്ക്കാൻ നേരത്തെ തന്നെ കടന്നൽ കുത്തിയെന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണിത്. അതുപോലെ കിടപ്പുണ്ട്. പിന്നെ പേടി എവിടെയാണ് പിന്നെ ഇത് കൂട് വെച്ചേക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അതങ്ങനെ അവിടെ ഇട്ടു. ഇത് നമ്മൾ വിറകൊക്കെ ടെറസിലാണ് കൊണ്ടിടുന്നത്. വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കൊണ്ടുവയ്ക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഈ അടുത്തിടെ വീടൊന്ന് വീടെല്ലാം 2-3 റൂമൊക്കെ പെയിൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ സാധനങ്ങളൊക്കെ ടെറസിൽ കൊണ്ടുവച്ചു. ആ കൂട്ടത്തിൽ ഇതും കൊണ്ടുവച്ചു ഞാൻ. പിന്നെ ഉടനെയൊന്നും ആവശ്യം വരില്ല എന്ന് കരുതി എടുത്തിട്ടും കുറേ നാളായി. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ടെറസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഈ കടലാസ് ചെടികളും ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അത് കയറൊക്കെ കെട്ടി ഇങ്ങനെ വലിച്ച് റോട്ടിലേക്ക് പോയി കുറേ. അപ്പം അതിങ്ങനെ കയറിട്ട് വലിച്ചു വെച്ചിരിക്കുകയാണ്. ആ കാട്ടിലാണ് കേട്ടോ, നേരെ കാണുന്ന കാട്ടിലാണ് ഞാൻ ബ്രഹ്മയുഗത്തിലെ കരിന്തേളുകൾ ഡാൻസ് കളിക്കാൻ പോയത്. ഇതെടുക്കാനായിട്ട് ഞാൻ പോയത്.
എൻ്റെ കുച്ചിപ്പുടിയുടെ താലവും മൊന്തി എടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. അപ്പോൾ അതാകെ എടുക്കാണ്ടിരുന്നിട്ട് ആകെ പൊടി അഴുക്കും ഏതാണ്ട് ക്ലാവ് പിടിച്ച പോലെയൊക്കെ ആയി. അപ്പം അമ്മ അത് തേച്ച് കഴുകി തരാമെന്ന് പറഞ്ഞു. എന്തോ വിനാഗിരി ഉപ്പ് എന്തൊക്കെ ഇട്ട് നാരങ്ങയൊക്കെ ഇട്ട് കഴുകി തരുന്നുണ്ട്. എൻ്റെ പ്രോഗ്രാം ദിവസമല്ല അമ്മയുടെ ആദ്യത്തെ പരിപാടി, രാവിലെ ആദ്യത്തെ പരിപാടി ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ അമ്മത് കഴുകുന്ന കാണുമ്പോൾ ഞാൻ പ്രോഗ്രാം ദിവസം ആലോചിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അന്നൊക്കെ രാവിലെ അമ്മയുടെ ആദ്യത്തെ ഒരു പരിപാടി ഇതിങ്ങനെ കഴുകലാണ്. അപ്പം ഞാൻ പറയും വേണ്ടതിപ്പോൾ ആരതൊക്കെ ശ്രദ്ധിക്കാമെന്ന് ചോദിക്കുമ്പോൾ, ക്ലാസ്സുള്ള സമയത്തും അമ്മ ഇങ്ങനെ ഒരുപാട് അഴുക്കാകുമ്പോൾ അമ്മ കഴുകിക്കൂടിയേ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയേ എന്നിട്ട് അമ്മ തന്നെ അതിന് കഴുകി തരും. അപ്പം ഞാനിങ്ങനെ പ്രോഗ്രാം ഡേ ആലോചിക്കുമായിരുന്നു. അമ്മ ഇത് കഴുകി വെക്കുന്ന സമയത്തായിരിക്കും ഞാൻ പ്രോഗ്രാമിന് പോകുന്ന ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ ഇതിപ്പോൾ കുറേ നാളെ എടുത്ത് ഉപയോഗിച്ചിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ കുറേ വർഷമായതാണ് കേട്ടോ. മൊന്തം ഞാൻ എൻ്റെ ഫസ്റ്റ് വാങ്ങിയത് തന്നെയാണ്. പ്ലേറ്റ് ഇതിപ്പോൾ രണ്ടാമത് വാങ്ങിച്ചതാണ് ഞാൻ. ആദ്യം വാങ്ങിയത് വക്കൊക്കെ പൊട്ടി നാശമായി. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് കളിക്കാനുള്ള പാട്ട് എൻ്റെ കയ്യിലില്ല. ഇല്ലയെന്ന് വെച്ചാൽ ഉണ്ട്, CD ആണ്. അപ്പോൾ CDൻ്റെ ലാപ്പ് കംപ്ലൈൻറ്റാണ്. അപ്പോൾ കുറേ CD ഉണ്ട്, പക്ഷേ രക്ഷയില്ല, ലാപ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. പിന്നെ അത് സ്റ്റുഡിയോയിലൊക്കെ പോയി പാട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കണം. പിന്നെ 1-2 CD ഒക്കെ സ്ക്രാച്ചായി തുടങ്ങി. അപ്പോൾ അത് കുറച്ച് പണിയാണത് നീ വീണ്ടും എടുക്കാനൊക്കെ. ലാപ്പ് ശരിയായിട്ട് ലാപ്പ് ഉണ്ടെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേനെ പാട്ടെടുക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഞാനിതിപ്പോൾ വെറുതെ നെറ്റിലിങ്ങനെ തപ്പിയപ്പോൾ ഇത് കളിക്കാൻ പറ്റിയൊരു 1-2 പാട്ട് കിട്ടി. ഒരെണ്ണം ഞാൻ പഠിച്ചത് തന്നെയാണ്. പിന്നെ മൊന്ത വെച്ച് കളിക്കാനുള്ളൊരു പാട്ട് ഞാനൊരു സിനിമാ പാട്ടിൻ്റെ ഒരു BGM എടുത്തത്. അപ്പം അതൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ച് നോക്കുകയാണ്. ഏതാണ്ടും സ്റ്റെപ്സൊക്കെ മാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോഴുള്ള കുച്ചിപ്പുടിക്കൊന്നും താലവും മൊന്തയൊന്നും ഇല്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ, ഞാൻ പഠിച്ച എല്ലാ കുച്ചിപ്പുടിയിലും താലവും മൊന്തയുള്ള കുച്ചിപ്പുടിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ എല്ലാ സാറിത് കൈ പിടിക്കാൻ പറയും. എല്ലാ ക്ലാസ്സിലും ഇത് കൊണ്ടുവരണം നിർബന്ധമായിരുന്നു, താലവും മൊന്തയും. അപ്പോൾ പഴയ ഐറ്റംസൊക്കെ ചെയ്യിപ്പിക്കുമ്പം അതിൻ്റെ കുച്ചിപ്പുടിയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഇത് മസ്റ്റായിരുന്നു. അങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചു, ഈ ഡ്രസ്സ് ഇട്ട് കളിച്ചാൽ മതിയോ, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇത് വേണ്ട, ഇത് കണ്ടിട്ട് എന്തോ പനി പിടിച്ച പോലെ ഉണ്ടെന്ന്. അങ്ങനെ ഒരു ഇതൊക്കെ ഒപ്പിച്ചു. ഡ്രസ്സൊക്കെ മാറ്റി കളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആകെ വെളിച്ചമൊക്കെ പോയി ഇരുട്ടായി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനത് പിന്നെ എപ്പോഴേലും ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഡാൻസൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.